ഫാമിലിയെ കാണാനുള്ള വെപ്രാളത്തിനിടയിൽ ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അനീഷിന് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടോ ടാസ്ക് കറക്റ്റ് ആവുന്നില്ല അനീഷിൻ്റെ. അനീഷ് കൂടെ കൂടെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു, എന്തോന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അനീഷിൻ്റെ ടാസ്കും കണ്ടുകൊണ്ട് അമ്മയും അനിയനും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളും ലിവിങ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടെ കൂടെ അത് താഴെ വീണ് പോകുന്നത് കാരണം അനീഷിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ ടെൻഷൻ ഒരുപാട് എടുത്തതിന് ശേഷം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു ഇനി അനീഷിന് വീട്ടിലേക്ക് പോവാം. പക്ഷേ അനീഷിന് വീട്ടിലോട്ട് പോകാൻ പറ്റാതെ അനീഷ് അവിടെ നിലത്തിരുന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. കണ്ടസ്റ്റൻറ്റുകൾ അവിടെ ലിവിങ് റൂമിലിരുന്ന് പറയുന്നുണ്ട്, അനീഷേട്ടന് ടെൻഷനായത് ചിലപ്പം ഇനി കാണാൻ പറ്റാതാവുമോ എന്നുള്ളൊരു പേടി കാണും, ടാസ്ക് കംപ്ലീറ്റായി ടാസ്ക് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള അനീഷിൻ്റെ അമ്മയും അനിയനും ഒക്കെ ടെൻഷനിൽ ഇരിക്കുകയാണ് ലിവിങ് റൂമിൽ. അപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, അനീഷിൻ്റെ അമ്മയ്ക്കും അനിയനും അനീഷിൻ്റെ അടുത്തേക്ക് പോവാം. ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്ന അമ്മയും അനിയനും കണ്ടപ്പോഴത്തേനും അവിടെ വീണ് കരയായിരുന്നു അനീഷ് ഇവരെ കണ്ടപ്പോൾ തന്നെ, ആദ്യമേ പ്ലാസ്മ ടി വിയിലൂടെ കണ്ടപ്പോൾ തന്നെ അനീഷ് കരയുന്നുണ്ട്. അപ്പോഴേ അനീഷിൻ്റെ ആ ഒരു കൺട്രോൾ പോയി. അനീഷിന് എന്തോ ചെയ്യണമെന്നറിയത്തില്ല, ടാസ്കും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. പിന്നെ എങ്ങനെയെങ്കിലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും അമ്മയും അനിയനുമായിട്ട് തിരികെ ലിവിങ് റൂമിലേക്ക് വരികയാണ്. കൂടെ കൂടെ അനിയൻ പറയുന്നുണ്ട്, എന്തിനാടാ നീ കരയുന്നേ, കരയാതടാ എന്ന് പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, എന്തെങ്കിലും അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടോ, എന്തിനാ കരയുന്നത്, ഇതൊരു ടാസ്ക് അല്ലേ, അത് പോട്ടെ, സമാധാനമായിട്ടിരിക്കൂ എന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ അനീഷ് കരയുകയാണ്. അങ്ങനെ അനീഷും അനിയനും അമ്മയും കൂടി ലിവിങ് റൂമിലേക്ക് വരികയാണ്. അപ്പം പ്രധാന വാതിലിൽ തന്നെ നമ്മുടെ നെവിൻ നിൽപ്പുണ്ടായിരുന്നു. നെവിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തോന്നടേ ഇത്, എന്തായി ഇത് എന്നൊക്കെ. നെവിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം തന്നെ അവർ ചിരിക്കുന്നുണ്ട്. പിന്നെ ലിവിങ് റൂമിലേക്ക് വന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ എല്ലാവരുമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിൻ്റെ അമ്മയും അനിയനും.